എങ്ങനെയായാലും മക്കൾക്കിന്ന് ഭക്ഷണം കൊണ്ടുകൊടുക്കണം. ചോണൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൻ വെള്ളത്തിലൂടെ ഒരുവിധം നടന്നുപോയി. അവൻ കുറേ അലഞ്ഞു, ഭക്ഷണത്തിനായി ഒന്നും കിട്ടിയില്ല. എന്റെ മടി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ ഓർത്തുവെന്നും ഭക്ഷണം തേടി നടന്നുപോ കുഞ്ഞന്റെ വീടിനടുത്തെത്തി. ചോണൻ കുഞ്ഞന്റെ വീട്ടിലെത്തി കുഞ്ഞനെ വിളിച്ചു. കുഞ്ഞാ. ചോണന്റെ വിളി കേട്ടതും കുഞ്ഞൻ അകത്തു നിന്നും വന്നു. എടാ ചോണ, നീ എന്താ ഈ മഴയത്തിവിടെ? അകത്തേക്ക് കേറി വാ. കുഞ്ഞൻ ചോണനോട് പറഞ്ഞു. ചോണൻ കുഞ്ഞന്റെ വീടിനകത്ത് കയറി. അപ്പോൾ അകത്ത് കുഞ്ഞന്റെ കുട്ടികൾ ആഹാരം കഴിക്കുകയായിരുന്നു. അത് കണ്ട് ചോണന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. കുഞ്ഞൻ ചോണനോട് ചോദിച്ചു. എന്ത് പറ്റി ചോണ? നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്താ ഈ മഴയത്തിവിടെ? അകത്തേക്ക് കേറി വാ. എന്നോട് ക്ഷമിക്കൂ കുഞ്ഞ. നീ ആഹാരം ശേഖരിക്കുന്നത് കണ്ട് ഞാൻ നിന്നെ കളിയാക്കി. നീ എന്നോട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്നില്ല. നീ പറഞ്ഞത് അനുസരിക്കാതിരുന്ന കാരണം ഇപ്പോൾ എന്റെ കുടുംബം പട്ടിണിയിലാണ്. എന്റെ മക്കൾ വിശന്ന് കരയാണ്. ചോണൻ കരഞ്ഞുകൊണ്ട് കുഞ്ഞനോട് പറഞ്ഞു. സാരമില്ല ചോണ, നീ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഇനിയും മടി പിടിച്ചിരിക്കാതെ മഴ മാറുമ്പോൾ നീ എന്റെ കൂടെ വാ. നമുക്ക് ഒരുമിച്ച് ഇനി ജോലി ചെയ്യാം. നമുക്ക് ഇനിയും ആഹാര സാധനങ്ങൾ നാളേക്കായി ശേഖരിച്ചു വെക്കാം. നീ ഈ അരിമള്ളും ഈ പഴങ്ങളും നീ കൊണ്ടുപോയിക്കോ. മക്കളെല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. ഇത് കേട്ട് ചോണൻ കരഞ്ഞു. എന്നിട്ടു പറഞ്ഞു. ഇന്നു മുതൽ ഞാൻ മടിയനായിരിക്കില്ല. ഇനി എന്നും ഞാൻ ജോലി ചെയ്യും. മഴ മാറിയാൽ ഞാൻ കുഞ്ഞന്റെ കൂടെ വരാം എന്നും പറഞ്ഞ് മഴയത്ത് ചോണൻ അരിമണികളും പഴങ്ങളും എടുത്ത് വെള്ളത്തിലൂടെ നടന്നുപോയി. വീട്ടിലെത്തി അരിമണികളും പഴങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ചോണന്റെ വീട്ടിലെ എല്ലാവരുടെയും സങ്കടം മാറി. വീട്ടിൽ സന്തോഷം നിറഞ്ഞു. അപ്പോൾ മടിയനായ ചോണനുറുമ്പിന്റെ കഥ ഇഷ്ടമായോ? കൂട്ടുകാരെ, ചോണനുറുമ്പിനെ പോലെ ജോലി ചെയ്യാതെ മടിയും പിടിച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് നല്ലതല്ല. കുഞ്ഞുനുറുമ്പിനെ പോലെ ചെയ്യാനുള്ള ജോലികളെല്ലാം വേഗം ചെയ്തു തീർത്ത് സുഖമായി സന്തോഷമായി നമുക്ക് ജീവിക്കാം. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും.